നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്ലാസ് ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്ട്രാറ്റജി ദാറ്റ് സ്യൂട്ട്സ് ദ നീഡ്സ് ഓഫ് സ്ലോ ലേണേഴ്സ്? താഴെ പറയുന്നവയിൽ മന്ദപഠിതാക്കളുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? ഓപ്ഷൻസ് എ, give them more complex tasks to cope up with difficulty. പ്രയാസങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് വേണ്ടി കഠിന പ്രവർത്തികൾ നൽകുക. ബി, give them only those tasks which they are capable of performing. അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തികൾ മാത്രം നൽകുക. സി, give them those tasks which require sustained concentration and efforts. ദീർഘമായ ഏകാഗ്രതയും പരിശ്രമവും വേണ്ടി വരുന്ന പ്രവർത്തികൾ നൽകുക. ഡി, ഗിവ് ദം മോർ ഹോംവർക്ക്. അവർക്ക് കൂടുതൽ ഗൃഹപാഠം നൽകുക. ആൻസർ ബി, ഗിവ് ദം ഓൺലി ദോസ് ടാസ്ക് വിച്ച് ദേ ആർ കേപ്പബിൾ ഓഫ് പെർഫോമിംഗ്. അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തികൾ മാത്രം നൽകുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇവാലുവേറ്റ് എ സ്റ്റുഡൻസ് ഓവറോൾ പെർഫോമൻസ് ഈസ് ഡാഷ്. ഒരു വിദ്യാർത്ഥിയുടെ സമഗ്ര പ്രകടനത്തെ വിലയിരുത്താൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ഡാഷ്. ഓപ്ഷൻസ് എ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, ആത്യന്തിക മൂല്യനിർണ്ണയം. ബി, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, നിരന്തര മൂല്യനിർണ്ണയം. സി, പെർഫോമൻസ് ഇവാലുവേഷൻ, പ്രകടന മൂല്യനിർണ്ണയം. ഡി, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. ആൻസർ ഡി, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി വാസ് പോസ്റ്റുലേറ്റഡ് ബൈ ഡാഷ്. വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻസ് എ, ജീൻ പിയാഷെ. ബി, അബ്രഹാം മാസ്ലോ. സി, വില്യം ജെയിംസ്. ഡി, റോബർട്ട് ഗാഗ്നെ. ആൻസർ എ, ജീൻ പിയാഷെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചീഫ് എക്സ്പോണന്റ് ഓഫ് മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് തിയറി. അർത്ഥപൂർണമായ വാചിക പഠനത്തിന്റെ വക്താവ്. ഓപ്ഷൻസ് എ, വൈഗോസ്കി. ബി, ഗാഗ്നെ. സി, പിയാഷെ. ഡി, ഒസബൽ. ആൻസർ ഡി, ഒസബൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, record that may contain descriptions of significant incidents and behaviors of children is called dash. കുട്ടികളെ കുറിച്ചുള്ള സ്വഭാവ വിവരണങ്ങളും പ്രത്യേക സംഭവങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡ്. ഓപ്ഷൻസ് എ, ക്യുമുലേറ്റീവ് റെക്കോർഡ്, സഞ്ചിത റെക്കോർഡ്. ബി, അനക്ടോട്ടൽ റെക്കോർഡ്, ഉപഖ്യാന രേഖ. സി, ലോഗ് ബുക്ക്. ഡി, അറ്റൻഡൻസ് ബുക്ക്, ഹാജർ ബുക്ക്. ആൻസർ ബി, അനക്ടോട്ടൽ റെക്കോർഡ്, ഉപഖ്യാന രേഖ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഡെവലപ്ഡ് ദ ടു ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ്? ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തത്തിന്റെ വക്താവ് ആരാണ്? ഓപ്ഷൻസ് എ, ബിനെ. ബി, സ്പിയർമാൻ. സി, രാവൺ. ഡി, വഷ്ലർ. ആൻസർ ബി, സ്പിയർമാൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫാക്ടർ വിച്ച് ഡസ് നോട്ട് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ഫിസിക്കൽ ഗ്രോത്ത് ഓഫ് എ ചൈൽഡ് ഈസ് റെഫർഡ് ആസ്. കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകമേത്? ഓപ്ഷൻസ് എ, ജനറ്റിക്സ്, ജനിതക കാരണങ്ങൾ. ബി, ന്യൂട്രീഷൻ, പോഷകാഹാരം. സി, ഫാമിലി സൈസ്, കുടുംബ വലിപ്പം. ഡി, മെച്ചുറേഷൻ, പരിപക്വതം. ആൻസർ സി, ഫാമിലി സൈസ്, കുടുംബ വലിപ്പം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ബിലീഫ് ദാറ്റ് ദ ബോയ്സ് ഷുഡ് ഓൾവേസ് ബിക്കം ലീഡേഴ്സ് ഇൻ ക്ലാസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ്. ക്ലാസ്സിൽ എല്ലായ്പ്പോഴും ആൺകുട്ടികളെയാണ് നേതാവാകേണ്ടത് എന്ന വിശ്വാസത്തെ പറയാവുന്നത്. ഓപ്ഷൻസ് എ, ജെൻഡർ റോൾ. ബി, ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. സി, ജെൻഡർ ഐഡന്റിറ്റി. ഡി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ആൻസർ ബി, ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രേഡ്സ് ദാറ്റ് ആർ അസൈൻഡ് അക്കോർഡിംഗ് ടു കട്ട് ഓഫ് ലെവൽസ് ഡിസൈഡഡ് ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദ കോഴ്സ് ഈസ് നോൺ ആസ്.
കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിശ്ചിത പരിധി നിർണയിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായത്തെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, ബി റിലേറ്റീവ് ഗ്രേഡിംഗ്, സി ഡയറക്റ്റ് ഗ്രേഡിംഗ്, ഡി കമ്പാരിറ്റീവ് ഗ്രേഡിംഗ്. ആൻസർ എ അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. ദ ക്യാരക്ടറിസ്റ്റിക്സ് അക്വയർഡ് ബൈ ബർത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് നോൺ ആസ്. ഒരു വ്യക്തിയുടെ ജന്മന സ്വായത്തമാക്കാവുന്ന സ്വഭാവ സവിശേഷതകളെ അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് എ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ബാഹ്യ സ്വഭാവങ്ങൾ, ബി ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആന്തരിക സ്വഭാവങ്ങൾ, സി ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് പാരമ്പര്യ സ്വഭാവങ്ങൾ, ഡി എൻവയോൺമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് പാരിസ്ഥിതിക സ്വഭാവങ്ങൾ. ആൻസർ സി ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് പാരമ്പര്യ സ്വഭാവങ്ങൾ. 11ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്ട്രാറ്റജി ഡെവലപ്ഡ് ഫോർ പ്രൊവൈഡിംഗ് ട്രെയിനിങ് ഇൻ റീഡിംഗ് എമംഗ് സ്റ്റുഡൻസ് ബൈ ഇൻകോപ്പറേറ്റിംഗ് വൈഗോസ്കി പ്രിൻസിപ്പൽ ഈസ് നോൺ ആസ്. വൈഗോസ്കിയുടെ സിദ്ധാന്തങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള വായന പരിശീലന രീതി അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് എ റെസിപ്രോക്കൽ ടീച്ചിങ് പ്രതിക്രിയ അധ്യാപനം, ബി റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് പ്രതിഫലന പരിശീലനം, സി കൊളാബറേറ്റീവ് ലേണിംഗ് സഹവർത്തിത പഠനം, ഡി സിറ്റുവേറ്റഡ് ലേണിംഗ്. ആൻസർ എ റെസിപ്രോക്കൽ ടീച്ചിങ് പ്രതിക്രിയ അധ്യാപനം. 12ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു പിയാഷെ ദ കോഗ്നിറ്റീവ് സ്റ്റേജ് ദാറ്റ് റെഫേഴ്സ് 2 to 7 years ഈസ് ഡാഷ്. പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ അനുസരിച്ച് 2 വയസ്സു മുതൽ 7 വയസ്സു വരെയുള്ള കാലഘട്ടമാണ് ഡാഷ്. ഓപ്ഷൻസ് എ പ്രീ ഓപ്പറേഷണൽ പ്രാക് മനോവ്യാപാര പൂർവ്വഘട്ടം, ബി ഫോർമൽ ഓപ്പറേഷണൽ ഔപചാരിക മനോവ്യാപാര ഘട്ടം, സി സെൻസറി മോട്ടോർ ഐന്ദ്രിക ചാലക ഘട്ടം, ഡി കോൺക്രീറ്റ് ഓപ്പറേഷണൽ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. ആൻസർ എ പ്രീ ഓപ്പറേഷണൽ പ്രാക് മനോവ്യാപാര പൂർവ്വഘട്ടം. 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ഇന്റലിജൻസ് സ്കെയിൽ ഈസ് ഡാഷ്. ആദ്യത്തെ ബുദ്ധിമാപന സ്കെയിൽ? ഓപ്ഷൻസ് എ സ്റ്റാൻഡേർഡ് ബിനെറ്റ് സ്കെയിൽ, ബി റാവൻസ് പ്രോഗ്രസീവ് മാട്രിക്സ്, സി വെഷ്ലർ സ്കെയിൽ, ഡി ബാട്ടിയാസ് പെർഫോമൻസ് ടെസ്റ്റ്. ആൻസർ എ സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ. 14ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം എയിം ടു പ്രൊവൈഡ് അഡീഷണൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ടു ഗിഫ്റ്റഡ് ചിൽഡ്രൻ? പ്രതിഭാശാലികളായ കുട്ടികൾക്ക് കൂടുതൽ പഠനാവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് താഴെ പറയുന്നവയിൽ അപ്രധാനമായത് ഏതാണ്? ഓപ്ഷൻസ് എ പ്രൊവൈഡിംഗ് ഇൻഡിപെൻഡന്റ് അക്കാഡമിക് പ്രോജക്ട്സ് സ്വതന്ത്രമായി ചെയ്യാൻ ഉന്നത നിലവാരമുള്ള പ്രോജക്റ്റുകൾ നൽകുന്നു, ബി പ്രൊവൈഡിംഗ് തോട്ട് പ്രൊവോക്കിംഗ് അസൈൻമെന്റ്സ് ചിന്തോദ്ദീപകമായ അസൈൻമെന്റുകൾ കൃത്യമായി നൽകുന്നു, സി സിംപ്ലിഫൈയിങ് ദ സബ്ജക്ട് കണ്ടന്റ് പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു, ഡി മെയിൻറ്റെയിനിങ് പ്രോഗ്രസ് റെക്കോർഡ് പ്രോപ്പർലി പഠന നിലവാര റെക്കോർഡ് കൃത്യമായി സൂക്ഷിക്കുന്നു. ആൻസർ സി സിംപ്ലിഫൈയിങ് ദ സബ്ജക്ട് കണ്ടന്റ് പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ. ദ സിസ്റ്റം ഇൻ വിച്ച് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഓർ പേഴ്സൺസ് ഹു നീഡ് സ്പെഷ്യൽ കെയർ ക്യാൻ ലേൺ ഇൻ സ്കൂൾസ് ടുഗദർ വിത്ത് പീപ്പിൾ ഹു ഡു നോട്ട് ഹാവ് സ്പെഷ്യൽ നീഡ് ഈസ് ഡാഷ്. ഭിന്നശേഷിയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ സാധാരണ കുട്ടികളോടൊപ്പം പഠിക്കുന്നതിനുള്ള അവസരമാണ് ഡാഷ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഫോർമൽ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ആൻസർ എ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് ഈസ് ആൻ ആക്ട് to provide such education to which age group of children? Options A to all children of the age group 5 to 16 years, B to all children of the age group 5 to 14 years, C to all children of the age 6 to 14 years, D to all children of the age group 6 to 16 years. Answer C to all children of the age group 6 to 14 years. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്കാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം വിദ്യാഭ്യാസം കൊടുക്കുന്നതെന്ന് പറയുന്നത്.
17ാമത്തെ ക്വസ്റ്റ്യൻ സെലക്ട് നെയിം ഹൂ പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ. ഓപ്ഷൻസ് എ ഗാർഡ്നർ, ബി ബ്രൂണർ, സി പിയാഷെ, ഡി ഒസബൽ. ആൻസർ ഡി ഒസബൽ. 18ാമത്തെ ക്വസ്റ്റ്യൻ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഓൺ ഡൊമസ്റ്റിക് വയലൻസ് വാസ് ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് ബൈ ദ ഇന്ത്യൻ ഗവൺമെന്റ് ഇൻ ദ ഇയർ. ഓപ്ഷൻസ് എ 2002, ബി 2004, സി 2006, ഡി 2008. ആൻസർ സി 2006. 19ാമത്തെ ക്വസ്റ്റ്യൻ ആസ് എ ടീച്ചർ വാട്ട് ആക്ഷൻ വിൽ യു ടേക്ക് ടു ഹെൽപ്പ് എ സ്റ്റുഡൻറ് ഹാവിംഗ് സ്പീച്ച് ഡിഫക്റ്റ്. ഓപ്ഷൻസ് എ ഹെൽപ്പ് ദ സ്റ്റുഡൻറ് ബൈ സപ്ലൈയിങ് ദ വേർഡ്സ് ദ സ്റ്റുഡൻറ് ഈസ് ട്രൈയിങ് ടു സേ, ബി ഗിവ് ദ സ്റ്റുഡൻറ് വേർഡ് ഡ്രിൽ ഓൺ വിച്ച് ഹി ഓർ ഷീ സ്റ്റട്ടേഴ്സ്, സി എൻഷുർ ദ ഹെൽപ്പ് ഓഫ് ദ അതർ സ്റ്റുഡൻസ് ഇൻ എ കറക്ഷൻ പ്രോസസ്, ഡി പ്രൊവൈഡ് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് കോൺഫിഡൻസ് ഈസ് ബിൽഡ് അപ്പ്. ആൻസർ ഡി പ്രൊവൈഡ് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് കോൺഫിഡൻസ് ഈസ് ബിൽഡ് അപ്പ്. 20ാമത്തെ ക്വസ്റ്റ്യൻ സെലക്ട് എ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ഫ്രം ദ ഗിവൺ ബിലോ. ഓപ്ഷൻസ് എ റോഷ സിംഗ്ബ്ലോട്ട് ടെസ്റ്റ്, ബി റാവൻസ് പ്രോഗ്രസീവ് മാട്രിക്സ് ടെസ്റ്റ്, സി അലക്സാണ്ടേഴ്സ് പാസ്ലോങ് ടെസ്റ്റ് ദാറ്റ് മീൻസ് APT, ഡി തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ആൻസർ സി അലക്സാണ്ടേഴ്സ് പാസ്ലോങ് ടെസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് ക്ലാസ് 1 അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. കൂട്ടുകാർ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചിരിക്കുക. നമ്മുടെ സൈക്കോളജിയുടെ മാർക്ക് നമുക്ക് ഫുള്ള് വാങ്ങണം. അപ്പോൾ ഈ ക്ലാസ് കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.